ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒട്ടനവധി മലയാള ചിത്രങ്ങളാണ് ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് മെയ് 3 തിയേറ്ററിലെത്തിയ സിനിമയാണ് നടികർ. ടോവിനോ തോമസ് നായകനായി ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത ഈ സിനിമയ്ക്ക് സമ്മിശ്ര പ്രതികരണമാണ് ഏറ്റുവാങ്ങാനായിട്ടുള്ളത്. ലോകമെമ്പാടുമായി 1000-ഓളം സ്ക്രീനുകൾക്ക് മുകളിൽ റിലീസ് ചെയ്യപ്പെട്ട ഈ സിനിമ പ്രേക്ഷകരുടെ പ്രതീക്ഷകൾക്ക് അനുസരിച്ചുള്ള ഒരു റിപ്പോർട്ടല്ല പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബിഗ് ബഡ്ജറ്റ് സിനിമ പ്രീസെയിൽ കളക്ഷനായി ഇന്നലെ നേടിയെടുത്തത് 35 ലക്ഷം രൂപയായിരുന്നുവെങ്കിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കേരള ഫസ്റ്റ് ഡേ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം 1,10,00,000 രൂപയാണ് ഈ ചിത്രം കളക്ട് ചെയ്തിട്ടുള്ളത്. ലോകമെമ്പാടുമായി 3-3.5 കോടി റേഞ്ചിൽ ഫസ്റ്റ് ഡേ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. നിവിൻ പോളി നായകനായി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് മെയ് 1 തിയേറ്ററിലെത്തിയ മലയാളി ഫ്രം ഇന്ത്യയിലേക്ക് വന്നാൽ മൂന്നാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയും ഈ ചിത്രം മികച്ച കളക്ഷൻ നേടിയെടുത്ത് മുന്നേറ്റം തുടരുക തന്നെയാണ്. മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച ഈ സിനിമ ആദ്യ 2 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 3,80,00,000 രൂപയാണ് സ്വന്തമാക്കിയത്. മൂന്നാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ചയിലെ ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ 80 ലക്ഷത്തോളം രൂപ ഈ ചിത്രം ഇന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആദ്യ 3 ദിവസം പിന്നിടുമ്പോൾ ഈ ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ 4,50,00,000 മുകളിൽ എത്തിച്ചേർന്നിട്ടുമുണ്ട്. ആദ്യ 2 ദിവസം കൊണ്ട് തന്നെ ലോകമെമ്പാടുമായി 8,26,00,000 രൂപ കളക്ട് ചെയ്ത ഈ സിനിമയുടെ മൂന്നാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയിലെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 2,20,00,000 രൂപയാണ്. അപ്പോൾ ചിത്രത്തിന്റെ 3 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 10 കോടിക്ക് മുകളിലുമാണ്. സമീപകാല മലയാള ചിത്രങ്ങളിൽ ഒട്ടും മോശമല്ലാത്ത ഒരു കളക്ഷൻ തന്നെയാണ് ഈ 3 ദിവസം കൊണ്ട് ഈ ചിത്രം നേടിയെടുത്തിട്ടുള്ളത്. അതേസമയം മലയാള സിനിമകളിൽ തരംഗമായി മുന്നേറി മിന്നും കളക്ഷൻ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത് ആവേശം എന്ന ഫഹദ് ഫാസിൽ സിനിമ തന്നെയാണ്. കേരള ബോക്സ് ഓഫീസിൽ 100 കോടി റണ്ണിലേക്കും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 150 കോടി റണ്ണിലേക്കും ഈ ചിത്രം അടുത്തുകൊണ്ടിരിക്കുന്നു. ജിത്തു മാധവൻ സംവിധാനം ചെയ്ത് വിഷു ക്ലാഷ് റിലീസായി തിയേറ്ററിലെത്തിയ ഈ സിനിമ ഇന്ന് വെള്ളിയാഴ്ച 23 ദിവസം പിന്നിടുമ്പോൾ കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 68 കോടിക്ക് മുകളിലാണ്. ചിത്രത്തിന്റെ 23 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 141 കോടിയിലും എത്തിച്ചേർന്നിട്ടുണ്ട്. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് വിഷു ക്ലാഷ് റിലീസായി തിയേറ്ററിലെത്തിയ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ ചിത്രം 23 ദിവസം പിന്നിടുമ്പോൾ കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 37,25,00,000 രൂപയാണ്. വർഷങ്ങൾക്ക് ശേഷം എന്ന ഈ വിനീത് ശ്രീനിവാസൻ ചിത്രം 23 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 81 കോടിക്ക് മുകളിലും നേടിയെടുത്തിരിക്കുകയാണ്. ഇനി ദിലീപ് നായകനായി വിനീത് കുമാർ സംവിധാനം ചെയ്ത പവി കെയർ ടേക്കർ എന്ന സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ ചിത്രം തിയേറ്ററിലെത്തി 8ാമത്തെ ദിവസവും 2ാമത്തെ വെള്ളിയാഴ്ച കൂടിയായ ഇന്ന് ഈ ചിത്രത്തിന്റെ കേരള കളക്ഷനിൽ വൻ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ചിത്രം 8 ദിവസം കൊണ്ട് കേരള ഗ്രോസ് കളക്ഷനായി 5,60,00,000 രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. 8 ദിവസം കൊണ്ട് 8 കോടിക്ക് മുകളിൽ കളക്ഷൻ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസായി നേടിയെടുത്തിരിക്കുന്ന ഈ സിനിമ 10 കോടി ടച്ച് ചെയ്യാൻ യാതൊരുവിധ സാധ്യതയുമില്ല എന്ന് തന്നെയാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.